ഇന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. നമ്മുടെ കൊടൈക്കനാൽ, ഊട്ടി ഇവിടുത്തെ 2 സ്ഥലങ്ങളിലേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ മദ്രാസ് ഹൈക്കോടതി പുറപ്പെടുവിച്ചൊരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2024 മുതലാണ് ഇ പാസ് നിലവിൽ വന്നത്. പലർക്കും അതിനെക്കുറിച്ച് ധാരണ ഇല്ലാണ്ട് ട്രാവൽ ചെയ്ത് അവിടെ പോയി അതിന്റെ എൻട്രി എത്തുന്ന സമയത്താണ് പോലീസുകാർ ചോദിക്കുന്ന സമയത്ത് ഇ പാസ് ഇല്ലാന്ന് അറിയുന്നത്. പലർക്കും നെറ്റ്വർക്ക് ഇല്ലാണ്ട് എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പൊ നിലവിൽ വാൾപ്പാറയിലോട്ടും അങ്ങനെ ഉണ്ട്. അപ്പോൾ കൊടൈക്കനാൽ, ഊട്ടി, വാൾപ്പാറയൊക്കെ പോകാൻ പ്ലാൻ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഇ പാസ് എടുത്ത് വെക്കുക. അപ്പോൾ അത് എങ്ങനെ എടുക്കാം എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ സൈറ്റിൽ കാണിച്ചു തരാം. നമുക്ക് ക്രോമിൽ മൊബൈലും ചെയ്യാം, ലാപ്പിലും ചെയ്യാം. ലാപ്പിലാകുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാക്കിയിട്ട് ലാപ്പിൽ ഓപ്പൺ ചെയ്ത് ക്രോം എടുത്തതിന് ശേഷം നമ്മൾ TN ഇ പാസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ സെർച്ച് ചെയ്യാം. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ വരും TN ഇ പാസ് എന്ന് പറഞ്ഞിട്ട് government.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റ് വരും. അതിൽ വേണം ക്ലിക്ക് ചെയ്യാൻ, കാരണം ഒരുപാട് വാർത്തകളും വേറെ കുറേ സൈറ്റുകൾ കാണിക്കും. ഈ സൈറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസ് വരും. അപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ, വിത്തിൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസൈഡ് ആണല്ലോ. അപ്പോൾ വിത്തിൻ ഇന്ത്യ എന്നുള്ളത് ഇവിടെ നമ്മളെ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് ഈ ക്യാപ്ഷൻ അടിച്ചു കൊടുക്കുക. വളരെ സിമ്പിളാണ്. OTP കൊടുക്കുക. ജസ്റ്റ് ലോഗിൻ കൊടുത്താൽ തന്നെ നേരെ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഓപ്പൺ ആയി വരും. ഇപ്പോൾ നീൽഗ്രീസിൻ്റെ ഊട്ടിക്കാണെങ്കിൽ നീൽഗ്രീസ് സെലക്ട് ചെയ്യുക, കൊടൈക്കനാലാണെങ്കിൽ കൊടൈക്കനാൽ, അല്ലെങ്കിൽ വാൾപ്പാറ 3 ഓപ്ഷനും ഉണ്ട്. നമ്മൾ ഏതെങ്കിലും പെൻഡിങ് കൊടുത്തിട്ട് പെട്ടെന്ന് നമ്മൾ ബാക്ക് അടിക്കുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വന്നതിന് ശേഷം ആ ഒരു ഡാറ്റ ഇതിൽ പോയാൽ കിട്ടും. പ്രീവിയസ് പാസ്, പെൻഡിങ് ആപ്ലിക്കേഷനൊക്കെ നമ്മളെ മുമ്പ് ട്രാവൽ ചെയ്ത ഡീറ്റെയിൽസ് ഒക്കെ അതിലുണ്ടാവും. അപ്പോൾ ഇത് എന്താ വെച്ചാൽ അവിടെ ഊട്ടിയിലാണെങ്കിലും എവിടെയെങ്കിലും ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം അവർ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജസ്റ്റ് നമ്മൾ കൊടൈക്കനാൽ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്ഷൻ വരും. അപ്പോൾ നമ്മളെ പേര് കൊടുക്കുക, നമ്മളെ പർപ്പസ് വിസിറ്റ് എന്താ വെച്ചാൽ അത് കൊടുക്കുക. ടൂറിസം എന്നുള്ളതാണെങ്കിൽ ടൂറിസം കൊടുക്കുക. വേറെ എന്തെങ്കിലും കൊടുക്കുക. നമ്മളെ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ, എത്ര ആളുകൾ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ട്, വണ്ടിയുടെ ഇയർ ഓഫ് മാനുഫാക്ചറിങ്, പിന്നെ ഏത് ടൈപ്പാണ്, കാറാണോ 2 വീലറാണോ ഏതാണെന്നുള്ളത് അത് സെലക്ട് ചെയ്യുക. ഫ്യൂൽ ടൈപ്പ് പെട്രോൾ ആണോ ഡീസൽ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ താഴെ വന്നിട്ട് നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ്. ഇപ്പോൾ നമ്മൾ ഈ 31-ാം തീയതി ഇന്ന് പോവുകയാണെങ്കിൽ തിരിച്ച് എന്ന് വരുന്നുള്ള ഡേറ്റ് അത് കറക്റ്റായാലും കുഴപ്പമില്ല. 1-2 ദിവസം നീട്ടി കൊടുത്താലും കുഴപ്പമില്ല. ഈ വണ്ടി ആണെങ്കിൽ ഒരേ സെയിം ഡേറ്റ് തന്നെ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ കൺട്രി ഓൾറെഡി സെറ്റ് ആവും. ഇവിടെ നമ്മളെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത്. നമ്മൾ സ്റ്റേറ്റ് ആച്ചാൽ സ്റ്റേറ്റ് കൊടുക്കുക. പിന്നെ നമ്മളെ ജില്ല, നമ്മളെ അഡ്രസ്സ്, പിൻകോഡ്. പിന്നെ ഇവിടെ നമ്മൾ അവിടെ റൂം എടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് 2-3 ദിവസം സ്റ്റേ ആണെങ്കിൽ ജസ്റ്റ് ഈ ഹോട്ടൽ സെലക്ട് ചെയ്യുക. ഏതെങ്കിലും ഒരു ഹോട്ടലിൻ്റെ പേര് കൊടുത്തിട്ട് ജസ്റ്റ് റഫായിട്ട് തന്നെ അതിൻ്റെ ഒരു PDF നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്താൽ മതി. 250 KB ഉള്ളിൽ വരുന്ന ഒരു ഫയൽ സബ്മിറ്റ് ചെയ്താൽ മതി. ഏതെങ്കിലും ഒരു ഹോട്ടൽ സെലക്ട് ചെയ്താൽ മതി. ഇത് ജസ്റ്റ് അവർ കറക്റ്റ് നോക്കിയിട്ടൊന്നുമല്ല ഇത് അവർ ചെയ്യുന്നത്. ജസ്റ്റ് എത്ര വാഹനങ്ങൾ വരുന്നുണ്ട്, എത്ര ആളുകൾ വരുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഡാറ്റ ശേഖരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈ വൺ ഡേ ട്രിപ്പ് ആണെങ്കിലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കൊടുത്തിട്ട് റിലേറ്റീവ് ഓർ ഹൗസ് കൊടുത്തിട്ട് അവിടെ എന്തെങ്കിലും അഡ്രസ് കൊടുത്താൽ മതി. ജസ്റ്റ് എന്തെങ്കിലും ABCD അടിച്ചാലും കുഴപ്പമില്ല, നമുക്കത് കിട്ടും. അത്രേ ഉള്ളൂ ഇത് ചെയ്യാൻ. നമ്മൾ യാത്ര പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് എടുത്ത് വെക്കുക. ഇനി എന്തെങ്കിലും ഇതിനെക്കുറിച്ച് ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് DM ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. ഓക്കെ.